ഞാൻ സോഷ്യൽ മീഡിയയിൽ അവർ കരഞ്ഞതിനെ പരിഹസിക്കുന്ന കുറേ ആളുകളെ കണ്ടു. അത് വളരെ പരിഹാസ്യമാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം എം ലിജുവും വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചത്. അതും സ്വാഭാവികമാണ്. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊരു സീറ്റ് കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. കിട്ടിയാൽ നല്ല നേതാക്കന്മാർ ഒരിക്കൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തെ പരമാവധി നേഴ്സ് ചെയ്ത് എങ്ങനെയെങ്കിലും നിലനിർത്തുന്ന സാഹചര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് 3 തവണ പരാജയപ്പെട്ടയാളാണ്. പല കാരണങ്ങൾ കൊണ്ട് 3 തവണ പരാജയപ്പെട്ടയാളാണ്. അപ്പോൾ അദ്ദേഹം 4ാം തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ സമ്മർദ്ദം അദ്ദേഹത്തെയും കരയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിപ്പോൾ കരച്ചിൽ എന്ന് പറയുന്നത് എന്തോ ഒരു മോശം സംഗതിയാണ് എന്ന് കരുതേണ്ടതില്ല. അത് യുപ്രതിഭയുടെ കരച്ചിലായാലും എം ലിജുവിൻ്റെ കരച്ചിലായാലും സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കപ്പെടേണ്ടതല്ല. അവിടെ നല്ല മത്സരം നടക്കട്ടെ. ആര് ജയിച്ചാലും മികച്ച ജനപ്രതിനിധിയായി കേരളത്തിനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ BJP നല്ല പ്രകടനം നടത്തിയ മണ്ഡലമാണത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവരും മത്സരരംഗത്തുണ്ട് എന്നുള്ളത് ഓർത്ത് നമുക്ക് പോകാം.